everyone. അപ്പോൾ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത Q&Aയുടെ താഴെ ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന്. അപ്പോൾ വളരെ വേഗത്തിൽ ചോദ്യങ്ങൾ അയച്ചവർക്കുള്ള മറുപടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് can I crack bank exam with a 9 to 5 job? If I can I expect to complete the syllabus and properly get good scores in 6 months? ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി ചെയ്തുകൊണ്ട് ബാങ്ക് എക്സാമിന് പഠിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറ്റും, ഉറപ്പായിട്ടും പറ്റും. നല്ല സ്കോർ എടുക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇടണം. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. നിങ്ങൾ 9 to 5 ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മോർണിംഗ് ടൈമിൽ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം വന്നിട്ട് മിനിമം ഒരു ദിവസം 5 മണിക്കൂർ അല്ലെങ്കിൽ മിനിമം 4 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതുപോലെ ജോലി ഇല്ലാത്ത സാറ്റർഡേ സൺഡേസ് കുറച്ചും കൂടി എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്രിലിംസ് പാസ്സായി കഴിയുമ്പോൾ കുറച്ചും കൂടി എഫേർട്ട് ഇട്ടൊന്ന് മെയിൻസിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം റീസണിങ്, കോണ്ട്, ഇംഗ്ലീഷ് ഇത് മൂന്നുമാണ് നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് പോസിബിൾ ആൻഡ് സോ മെനി പീപ്പിൾ ആർ ഡൂയിങ് ദാറ്റ് റൈറ്റ് നൗ. സോ 9 to 5 ജോബിൽ പഠിക്കാൻ പറ്റും, ഗുഡ് സ്കോർ കിട്ടും. അടുത്ത ചോദ്യം, മൈ പ്രോബ്ലം ഇസ് ഇഫ് ദർ ഇസ് എ ലോട്ട് ഓഫ് ടൈം ഐ ക്യാൻ അറ്റൻഡ് ഓൾമോസ്റ്റ് എവറി ക്വസ്റ്റ്യൻ ബട്ട് ദ പ്രോബ്ലം ഈസ് ടു ഡു ഇറ്റ് ഇൻ എ ലിമിറ്റഡ് ടൈം. എസ്പെഷ്യലി ഇൻ QA കാൽക്കുലേഷൻ ഐ ഡു മോക്ക് ടെസ്റ്റ് ഓൾമോസ്റ്റ് എവറി ഡേ. കുറേ സമയം ഉണ്ടെങ്കിൽ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യുന്നതാണ് പ്രശ്നം. അപ്പോൾ എന്താണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്? ഇതുപോലെ വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു. ലൈക്ക് 6 to 7 മന്ത് ആയിട്ട് പഠിക്കുന്നു, ഒത്തിരി ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്, മോക്കും എഴുതി മാർക്ക് കൂടുന്നില്ല, അതുകൊണ്ട് തന്നെ മോക്ക് എഴുതാൻ ഒരു ഇൻട്രസ്റ്റും തോന്നുന്നില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ട് വരുന്നു എന്നൊക്കെ. ഇത് രണ്ടും മോക്ക് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ സ്പീഡ് കൂടാനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബേസ് സെറ്റ് ആണോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് എല്ലാം പ്രോപ്പറായിട്ട് ബേസ് സെറ്റ് ആണോ, ഇപ്പോൾ ഗ്രാമർ റൂൾ സെറ്റ് ആണോ, ബേസിക് കാൽക്കുലേഷൻ സെറ്റ് ആണോ, അങ്ങനെയെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഷോർട്ട് കട്ട് ട്രിക്കുകളും എല്ലാം നിങ്ങൾക്ക് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മോക്ക് എടുക്കുമ്പോൾ അതിൻ്റെതായ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മോക്ക് വെറുതെ എടുത്തിട്ട് കാര്യമില്ല. മോക്ക് എടുത്തു കഴിഞ്ഞാൽ മോക്കിലുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. അതൊരു മോക്ക് കഴിയുമ്പോൾ മോക്കിന്റെ മാർക്ക് നോക്കി ആ മോക്ക് മാറ്റി വെച്ച് അടുത്തതിലേക്ക് ജമ്പ് ചെയ്യാതെ എന്താണ് തെറ്റിയത്, എവിടെയാണ് തെറ്റിയത്, ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവാകുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനോ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലോ ആയിരിക്കും. ആ ടോപ്പിക്കിന്റെ സെക്ഷനിൽ എടുത്ത് ചെയ്യുക. അത് കുറച്ചുകൂടി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്സ് പഠിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവൻച്വലി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ സമയം കുറയ്ക്കാനും മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ സമയം ഒരുപാട് സമയം വേണമെന്നുള്ള ആഗ്രഹം കുറച്ച് ലിമിറ്റഡ് ടൈമിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മോക്ക് ചെയ്തതിനു ശേഷം പക്കാ മോക്ക് റിവിഷൻ ചെയ്യുക. ഏറ്റവും കൂടുതൽ തെറ്റുണ്ടായത് ഏത് ഏരിയ ആണെന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ കൊടുത്ത ഏരിയ ഏതാന്ന് നോക്കുക. എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഒന്നും കൂടെ സെക്ഷൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അതിലെ ഷോർട്ട് കട്ട് ട്രിക്കുകളും അതിൽ പെട്ടെന്ന് ആൻസർ കിട്ടാനുള്ള വഴികളും നിങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റിന്റെ പ്രശ്നം മാറും. ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ മാർക്ക്, അത് ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അത് അനലൈസ് ചെയ്യാതെ അതിൽ പ്രോപ്പറായിട്ട് പഠിക്കാതെ അടുത്തത് ചെയ്യുന്നതുകൊണ്ടാണ് ആ മാർക്ക് അതുപോലെ നിൽക്കുന്നത്, നെഗറ്റീവ് അതുപോലെ പോകുന്നത്. മേ ബി നിങ്ങൾക്ക് ഏതോ ഒരു ടോപ്പിക്കിൽ പ്രശ്നമുണ്ട്, ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ഏതാണെന്നറിയോ? ഇല്ല. അപ്പോൾ ആ ടോപ്പിക്ക് കണ്ടുപിടിക്കുക, അതിൽ വർക്ക് ചെയ്യുക. നോക്കിക്കോ, ഞാൻ ഉറപ്പ് പറയുന്നു മാർക്കിന്റെ ലെവൽ കൂടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ടൈം നിങ്ങൾക്ക് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് ടൈമിന്റെ ആവശ്യമില്ല. ട്രിക്കുകളും റൂളുകളും പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനും നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനും പറ്റുന്ന ഒരു എക്സാമാണ് ബാങ്ക് എക്സാം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ ഡീൽ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് സെൽഫ് ഡൗട്ട് ആദ്യം വേണ്ടാന്ന് വെക്കുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ ആദ്യം നിങ്ങളെ വിശ്വസിക്കുക. ഇപ്പം ഞാൻ എന്നെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളോട് ഇതിന് സംസാരിക്കാൻ പറ്റുന്നത്. അത് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് പറഞ്ഞു തരാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് ഞാൻ ടീച്ചറായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ. നമ്മൾ സ്റ്റുഡൻസ് ആകുമ്പോൾ നമ്മൾ സ്വയം വിശ്വസിക്കണം, എന്നെ കൊണ്ട് ഇത് പറ്റും. അപ്പോൾ മാത്രമേ അത് പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ 6-7 മാസമായിട്ട് പഠിക്കുന്നു, ഒത്തിരി ക്വസ്റ്റ്യൻ, നിങ്ങൾ ഒത്തിരി ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നത്, ക്വാളിറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ആ ടോപ്പിക്ക് പറ്റുന്നില്ല എന്നാണ്. ഇപ്പോൾ RCയിൽ പറ്റുന്നില്ല, RCക്ക് ഒരുപാട് ടൈം എടുക്കുന്നു, ആക്യുറേറ്റ് ആയിട്ട് ആൻസേഴ്സ് കിട്ടുന്നില്ല. RC കുറച്ചുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, RCയിൽ ടിപ്സും ട്രിക്സും പഠിക്കുക. സിമ്പിൾ, കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ സ്പീഡായിട്ട് വന്ന കുറേ ചോദ്യങ്ങളുള്ളതുകൊണ്ട് എല്ലാം ഒന്ന് കവറപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ഓഫീസർ പോസ്റ്റ് അല്ലാത്തതിന് എക്സാം നടത്താറില്ലേ? യൂഷ്വലി പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ക്ലറിക്കൽ പോസ്റ്റ് എക്സാംസ് അങ്ങനെ നടത്താറില്ല. അവർ ചെറിയ ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെയോ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് സെലക്ഷനിലൂടെയാണ് നടത്തുന്നത്. കൂടുതലും PO സെലക്ഷൻസ് ആണ് നമുക്ക് എക്സാം വഴി ഉണ്ടാവുക. പ്രിലിംസ് ഇസ് ഓക്കെ, ബട്ട് മെയിൻസ് ലെവൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ആയില്ല മാം. ഓൾസോ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നില്ല, എന്താ ചെയ്യുക? പ്രിലിംസ് കുറച്ചും കൂടി ഈസി ടു മോഡറേറ്റ് അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിൽ വരുന്നതും മെയിൻസ് കുറച്ച് മോഡറേറ്റ് അല്ലെങ്കിൽ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിൽ വരുന്നതുമാണ്. അപ്പോൾ മെയിൻസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം. ഇത്തവണയും മെയിൻസ് ബൂസ്റ്റർ ബാച്ച് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്നുണ്ട്. മെയിൻസ് എടുക്കാറാവുമ്പോഴത്തേക്കും അതിന് മുന്നേ നമ്മൾ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ മെയിൻസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും മെയിൻസ്. പ്രിലിംസ് പോലെ എളുപ്പം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. നമ്മുടെ സമയം പിടിച്ചു വെക്കുന്ന പോലത്തെ ചോദ്യങ്ങളായിരിക്കും നമുക്ക് മെയിൻസിന് വരിക. അപ്പോൾ ആ ചോദ്യങ്ങൾ നമ്മൾ പെട്ടെന്ന് വായിച്ച് ചെയ്യാനായിട്ടുള്ള ചെറിയ ടിപ്സും ട്രിക്സുകളും ഉണ്ട്. അതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മെയിൻസും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. മെയിൻസിന് കൂടുതൽ മോക്ക് പ്രാക്ടീസ് വേണം, കൂടുതൽ റിവിഷൻ വേണം, സമയം കുറച്ചുകൂടെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതായത് സ്പീഡിലാണ് കാര്യം മെയിൻസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ. അടുത്ത ചോദ്യം, മിസ് തേർഡ് ഇയർ പഠിക്കുവാണ്, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ് പോകാൻ വിചാരിക്കുന്നുണ്ട്, ബട്ട് ഇപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് യൂട്യൂബ് ക്ലാസ്സസ് പ്രിഫർ ചെയ്തിട്ടാണോ? ഞാനിതാണ് പറഞ്ഞത്, തേർഡ് ഇയർ ആണെങ്കിൽ ബെസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ബാങ്ക് കോച്ചിങ് എടുത്ത് പഠിക്കണമെങ്കിൽ ധൈര്യമായിട്ട് ബാങ്ക് കോച്ചിങ് എടുത്ത് പഠിച്ചോളൂ. ബേസിക് ടു അഡ്വാൻസ് ബാച്ചസ് ഉണ്ട്, അതെടുത്ത് പഠിക്കുക. ആൻഡ് ഈ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ല. അപ്പോൾ ഒരുപാട് പരീക്ഷകൾ എഴുതാൻ പറ്റും, ഏജിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. അത് കുറച്ച് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, അതിനുള്ളിൽ എഴുതിയെടുക്കണം എന്നുള്ളൊരു പ്രഷർ വരത്തില്ല. ഇപ്പോൾ ജോലി ഇല്ലല്ലോ, ഇപ്പം നിങ്ങൾ 9 to 5 ജോലി ചെയ്യുന്നില്ല, ജോബിൻ്റെ പ്രഷറില്ല. അപ്പോൾ നല്ലൊരു സമയമാണ് പഠിക്കാൻ പറ്റിയത്. ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഇംഗ്ലീഷിൻ്റെയും ക്വാണ്ടിറ്റിയും റീസണിൻ്റെയൊക്കെ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും. യൂട്യൂബ് ക്ലാസ്സസ് മാത്രം പ്രിഫർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കോച്ചിങ്ങിന് ചെയ്യുക. ഇപ്പം രണ്ടാണെങ്കിലും ഒരു ഗൈഡൻസോടെ പഠിക്കുന്നത് ബാങ്ക് എക്സാമിന് ഫ്രഷേഴ്സിന് ഭയങ്കര നല്ലതായിരിക്കും. ദെൻ ഫൈനൽ ഇന്റർവ്യൂ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത്? ഇന്റർവ്യൂവിന്റെ സമയമാകുമ്പോൾ നമ്മൾ ഇന്റർവ്യൂമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് അത് കാണാം. എങ്ങനെയാണ് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, മോക്ക് ഇന്റർവ്യൂസിന്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി യൂട്യൂബ് ചാനൽ നമ്മൾ ഒരുപാട് വീഡിയോസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഇസ് ഓൾ അബൌട്ട് നിങ്ങളുടെ നോളജ് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടി അല്ല, അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങൾ ഒരു പ്രഷർ സോൺ അല്ലെങ്കിൽ ഒരു പ്രഷർ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നിങ്ങളുടെ ഫ്ലൂവൻസി, നിങ്ങളുടെ ലാംഗ്വേജ്, ഒരു കസ്റ്റമർ ഡീലിംഗ് നിങ്ങൾ എങ്ങനെ ചെയ്യും, അങ്ങനെ നിങ്ങളെന്ന ക്യാരക്ടർ, നിങ്ങളെന്ന പേഴ്സണാലിറ്റിയെ ജഡ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യുന്ന ഒരു സെഷനാണ്. അപ്പോൾ അത് കുറച്ചും കൂടി മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സെറ്റാക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, 9 മാസമായി ബാങ്ക് എക്സാമിന് പഠിക്കുന്നു, ഡെയിലി പഠിക്കുന്നുണ്ട്, വർക്കൗട്ടും ചെയ്യുന്നുണ്ട്, ബട്ട് ഞാൻ എന്ത് പഠിച്ചെന്ന് സ്വയം നോക്കുമ്പോൾ എനിക്ക് എവിടെയും എത്തിപ്പെടാത്ത പോലെ. എത്ര പ്രാക്ടീസ് ചെയ്ത് മോക്കിൽ ഇംപ്രൂവ്മെന്റ് കാണുന്നില്ല, ഒരേ ലെവൽ തന്നെ സ്കോർ. എത്ര പഠിച്ചിട്ടും ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്, പക്ഷേ എവിടെ എത്തിയതുപോലെ തോന്നുന്നില്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഞാനാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുന്നു പറയാം. ഞാൻ ഡെയിലി പ്രാക്ടീസ് ഉറപ്പായിട്ടും ചെയ്യും, പക്ഷെ അതിനൊപ്പം തന്നെ എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയെന്ന് നോക്കും. എൻ്റെ മോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും മോക്ക് ഞാൻ എനിക്ക് കിട്ടിയ ആൻസറോട് ഞാൻ ഒന്ന് അനലൈസ് ചെയ്യും. എന്തുകൊണ്ട് എനിക്കത് കിട്ടി, എന്തുകൊണ്ട് ആൻസർ ഇത് ഇങ്ങനെയായി, എന്നിട്ട് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഞാൻ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എനിക്ക് ആൻസർ കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, നെഗറ്റീവ് അടിച്ച ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഞാൻ നന്നായിട്ട് നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് എനിക്ക് ഒരാഴ്ച, ഇപ്പം ഒരു 3 ദിവസം അടുപ്പിച്ച് മോക്ക് എടുക്കുമ്പോൾ ഒരു ടോപ്പിക്കിൽ തന്നെ എനിക്ക് നിരന്തരം തെറ്റുകൾ സംഭവിക്കുകയാണ്, നിരന്തരം എനിക്ക് അതിലാണ് മാർക്ക് കുറയുന്നത്, ടൈം കൂടുതൽ എടുക്കുന്നെങ്കിൽ ആ ടോപ്പിക്ക് ഞാൻ കുറച്ചുകൂടി നന്നായി പഠിച്ചിട്ടേ അടുത്ത മോക്ക് എടുക്കത്തുള്ളൂ. സോ എപ്പോഴും റിവിഷൻ ആൻഡ് ദെൻ പ്രാക്ടീസ് മേക്ക് സെൻസ്. അപ്പോൾ റിവിഷനോട് ചെയ്യുക. പിന്നെ ഡെയിലി നമ്മൾ എഴുതിപ്പോൾ ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ നമ്മൾ എഴുതുന്ന പോലെ ഡെയിലി ഇന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ചു, ഇത്ര മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഒരു ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യുക, ഡെയിലി ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഇവൻച്വലി ഈ തോന്നുന്നില്ലേ ഞാൻ ഒരിടത്തും എത്തുന്നില്ല എന്നുള്ള തോട്ട് അത് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ തന്നെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് നന്നായിട്ട് ഇരുത്തി എന്ത് ചെയ്യണം, പഠിക്കണം. നമ്മൾ ആദ്യം പഠിക്കണം, നമ്മൾ എങ്ങനെ പഠിക്കുന്നു, നമുക്ക് എവിടെ തെറ്റുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യാം. ഇത് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയാണ്. പിന്നെ നല്ല ഒരു ഗൈഡൻസിൽ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് തെറ്റുള്ള ഏരിയാസ് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ താങ്ക് യു സോ മച്ച്, ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്. പഠിത്തം നിർത്താതിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക, ഉറപ്പായിട്ടും ജോലി കിട്ടും.